മരണം തന്നെ ഒരു മധുര സ്വപ്നമായിരിക്കും ചിലപ്പോൾ, അല്ലേ? ഇങ്ങനെ സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കമല സുരയ്യ മലയാള സാഹിത്യ ലോകത്ത് മാധവിക്കുട്ടി എന്ന പേര് സ്വീകരിച്ച പ്രശസ്ത എഴുത്തുകാരി. തന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. ഇസ്ലാമിന്റെ ആത്മീയതയും സമാധാനവും അവർക്ക് ജീവിതത്തിൽ പുതിയ അർത്ഥവും ലക്ഷ്യവും നൽകി. അവർ ഇസ്ലാമിനെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഈ മതത്തിന്റെ ആഴവും മനുഷ്യഹൃദയത്തെ സ്പർശിക്കാനുള്ള കഴിവും വെളിവാക്കുന്നു. ഇസ്ലാം അവർക്ക് നൽകിയ സംരക്ഷണവും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം എന്ന മഹനീയ ലക്ഷ്യവും ഒരു ദൈവത്തിന്റെ കരുതലിന് കീഴിൽ ജീവിക്കാനുള്ള വിശ്വാസവും അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. ഇത് ഇസ്ലാമിന്റെ മഹത്വത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ. മരണം തന്നെ ഒരു മധുര സ്വപ്നമായിരിക്കും ചിലപ്പോൾ, അല്ലേ? ഇങ്ങനെ സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് നല്ല തീർച്ചയായും, എനിക്ക് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരെ അറിയില്ല. സ്വർഗവാതിൽ തുറക്കും, സ്വർഗത്തിൽ പോവും, അത് എനിക്കുണ്ട്. ഞാൻ കുട്ടികാലം മുതൽക്ക് മോഹിച്ചത് അങ്ങനെയൊക്കെ സ്വർഗം കിട്ടും. ഇപ്പൊ കിട്ടി, റെഡി. ഇപ്പൊ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എനിക്ക് സ്വർഗവാതിലൊക്കെ തുറക്കണ ശബ്ദം കൂടി കേൾക്കാണ്ട് ഞാൻ അടുപ്പ് ചെല്ലുമ്പോ എന്ത് രസമായിരിക്കും എന്റെ ജീവിതം. അവിടുത്തെ ജീവിതം, ഇവിടുത്തെ ജീവിതം കുറച്ചൊക്കെ കച്ചറായിരുന്നു, അല്ലേ? ഒരാള് പരിഹസിക്കുക, ചെക്കുക. അവിടെ ഒറ്റാള് ചെയ്ത അല്ലാതെ ഒരപ്പോ നരകത്തിൽ കിടും, എന്നെ കളിക്കുക. എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല അവിടെ, അല്ലേ? ഗാർഡിയൻ, ഒരു രക്ഷിതാവുള്ള ആളാണ് ഞാൻ. ആ വിചാരം കിട്ടിയപ്പോ എനിക്ക് സുരക്ഷിതത്വം ഗ്യാരണ്ടി, അല്ലേ? ഐ ആം ഹാപ്പി. ഇസ്ലാം ഒരു വ്യക്തിക്ക് ആത്മീയവും ഭൗതികവുമായ സംരക്ഷണം നൽകുന്നു. ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവും രക്ഷിതാവും എന്ന ബോധ്യം മനുഷ്യന് മാനസിക സമാധാനം നൽകുന്നു. കമല സുരയ്യ പറഞ്ഞതുപോലെ, ഒരു ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിൽ ജീവിക്കുന്നത് ജീവിതത്തിനൊരു ദിശാബോധവും ശക്തിയും നൽകുന്നു. ഖുർആനിൽ പറയുന്നു, നിന്റെ രക്ഷിതാവിന്റെ പേര് നീ ഓർക്കുക രാവിലെയും വൈകുന്നേരവും. ഈ ദൈവസ്മരണ മനുഷ്യനെ ഭയത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും മുക്തനാക്കുന്നു. ഇസ്ലാമിന്റെ മറ്റൊരു മഹനീയ വശം മരണാനന്തര ജീവിതത്തിന്റെ വിശ്വാസമാണ്. സ്വർഗം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെയും നീതിയുടെയും പൂർണ്ണമായ പ്രതിഫലമാണ്. കമല സുരയ്യയെപ്പോലെ ഇസ്ലാം സ്വീകരിച്ചവർ ഈ മഹനീയ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. ഖുർആൻ വിവരിക്കുന്ന സ്വർഗം നിന്നെ സന്തോഷിപ്പിക്കുന്നതിന്റെ പൂന്തോപ്പുകൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ പ്രതീക്ഷ ഒരു വ്യക്തിയെ ധാർമ്മികവും നീതിപൂർവകവുമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇസ്ലാം ഒരു മതം മാത്രമല്ല, ഒരു സമ്പൂർണ്ണ ജീവിത രീതിയാണ്. ഇത് മനുഷ്യന്റെ ആത്മീയ, ശാരീരിക, സാമൂഹിക ജീവിതത്തിന് ഒരു സന്തുലിത മാർഗം നൽകുന്നു. നമസ്കാരം, വ്രതം, ദാനം, ഹജ്ജ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ വ്യക്തിയെ ദൈവവുമായി അടുപ്പിക്കുകയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കമല സുരയ്യയുടെ വാക്കുകളിൽ ഇസ്ലാം നൽകുന്ന സമാധാനവും സംതൃപ്തിയും ഒരു വ്യക്തിയുടെ ജീവിതത്തെ പരിപൂർണമാക്കുന്നു. ഇസ്ലാമിന്റെ മഹത്വം അതിന്റെ സമാധാനത്തിന്റെ സന്ദേശത്തിലാണ്. സലാം എന്ന വാക്ക് തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ജീവിതം ദൈവത്തോടും മനുഷ്യരോടും സമാധാനത്തോടെ ജീവിക്കാനുള്ള ശ്രമമാണ്. കമല സുരയ്യയെ പോലുള്ളവർ ഇസ്ലാമിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ട് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ആത്മീയവും ഭൗതികവുമായ സംതൃപ്തി കണ്ടെത്തുന്നു. ഇസ്ലാം അതിന്റെ ആഴമേറിയ ആത്മീയത, മനുഷ്യന് നൽകുന്ന സംരക്ഷണം, സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷ, സമാധാനത്തിന്റെ സന്ദേശം എന്നിവയിലൂടെ ലോകത്തിന്റെ ഏറ്റവും മഹനീയ മതങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. കമല സുരയ്യയുടെ അനുഭവം ഈ മതത്തിന്റെ ശക്തിയും മനുഷ്യജീവിതത്തെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവും വെളിവാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയെല്ലാം മരണശേഷം അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.